ഇതെന്താ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇത് റിവോൾവർ ആണ്. ഇത് നമ്മളിങ്ങനെ തുറന്നിട്ട് ഇതിന്റെ അകത്തുണ്ട് ഇവിടെ എങ്ങനെ ബുള്ളറ്റ് ഇടണം. നമുക്ക് 8 ബുള്ളറ്റ് ഇടാനുള്ള സ്പേസ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സാധനമാണ് ബുള്ളറ്റ്. സത്യം പറഞ്ഞത് കാട്രിഡ്ജ് ആണ്. കാട്രിഡ്ജിന്റെ ഉള്ളിൽ വെടിമരുന്നുണ്ടാവും. അറ്റത്ത് കാണുന്ന മോനയുള്ള സംഭവമാണ് സത്യം പറഞ്ഞാൽ ബുള്ളറ്റ്. ഇപ്പൊ ഈ ഗണ്ണിന്റെ ബേക്കിൽ കണ്ടില്ലേ ഈ സംഭവം ഇങ്ങനെ. ഇതിന്റെ പേര് ഹാമർ എന്നാണ്. ഞാനിങ്ങനെ നെക്കുമ്പോൾ ഈ ഹാമർ ആ കാട്രിഡ്ജിന്റെ ബേക്കിൽ അടിക്കുകയാണ് ചെയ്യുക. അവിടെ അടിക്കാൻ വേണ്ടി പ്രത്യേക ഒരു സ്ഥലമുണ്ട്. ആ അടിയുടെ കാരണം കൊണ്ട് ഈ കേസിന്റെ ഉള്ളിലുള്ള വെടിമരുന്ന് പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിയിൽ ഒരു പ്രഷർ ക്രിയേറ്റ് ആകുമ്പോൾ ഒരു തള്ളിച്ച ഉണ്ടാവും. ആ തള്ളിച്ചയിലാണ് കേസിന്റെ അറ്റത്തുള്ള ആ ബുള്ളറ്റ് എന്ന് പറയുന്ന സാധനം ഹൈ പവറിൽ തെറിച്ചു പോകുന്നത്. സമ്മതി മനസ്സിലായല്ലോ. നിങ്ങൾ ഈ കാണുന്ന സാധനം മൊത്തത്തിൽ തെറിച്ചു പോവുകയല്ല ചെയ്യുന്നത്. അതിന്റെ മുമ്പിലുള്ള ഒരു ചെറിയ പോർഷൻ, മോനയുള്ള പോർഷൻ ആണ് തെറിച്ചു പോകുന്നത്. ചിലപ്പോൾ ചില ബുള്ളറ്റിൽ ബോൾസ് ഉണ്ട്, പല ഷേപ്പിലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഓരോന്നിനും ഓരോ യൂസ് ആണ്. വലിയ വലിയ ഡയറക്ടർമാരും വലിയ വലിയ ആനിമേഷൻ കമ്പനികളും ഒക്കെ സിനിമയിൽ ബുള്ളറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഇതിന്റെ മൊത്തത്തിലുള്ള കേസിനെയാണ്. കാട്രിഡ്ജ് എന്ന് പറയും. വലിയൊരു മണ്ടത്തരാണ്. മൊത്തത്തിലുള്ള സംഭവം എല്ലാ തോക്കിയും തെറിച്ചു പോകുന്നത്. ഇതിന്റെ അടി കൊണ്ട് അടിയുടെ പവറിലല്ല പോണത്. അതിൻ്റെ ഉള്ളിലുള്ള എക്സ്പ്ലോഷൻ ഉണ്ടാകുമ്പോൾ ആണ് സംഭവം ബുള്ളറ്റ് പോകുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമയിലും പിന്നെ ശിവാജി എന്ന് പറഞ്ഞ സിനിമയിലും ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ.